ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും KL39 മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മസനഗുഡിയിലേക്കുള്ള ഒരു യാത്രയാണ് കേട്ടോ. ഇത് മുതുമലൈ ടൈഗർ റിസർവിൻ്റെ ചെക്ക് പോസ്റ്റാണ്. ചെക്ക് പോസ്റ്റ് 6 മണിയായപ്പോഴത്തേനും ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു മനോഹരമായിട്ടുള്ളൊരു യാത്രയിൽ നമ്മളോടൊപ്പം പങ്കുചേരുക. അപ്പോൾ എങ്ങനെ യാത്ര തുടങ്ങുമല്ലേ? മുതുമല നാഷണൽ പാർക്കിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ആകർഷണം എന്ന് പറയുന്നത് മസനഗുഡിയാണ് കേട്ടോ. നമ്മൾ കൊച്ചിയിൽ നിന്നും ഏകദേശം ഒരു 271 കിലോമീറ്ററാണ് മസനഗുഡിക്കുള്ളത്. മസനഗുഡി ഏകദേശം 320 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു ടൈഗർ റിസർവ് ഫോറസ്റ്റ് ആണ്. മസനഗുഡി വഴി ഊട്ടി എന്നുള്ളത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു റൂട്ടാണല്ലേ. ഏകദേശം 29 കിലോമീറ്റർ ആണ് ഇവിടുന്ന് ഊട്ടിക്കുള്ളത്. ഇവിടുന്ന് തന്നെ മസനഗുഡി മോയ റൂട്ടും അതുപോലെ തന്നെ മസനഗുഡിയിൽ നിന്ന് സിംഗാര റൂട്ടും ഉണ്ട്. മോയ റൂട്ട് ഏകദേശം 10 കിലോമീറ്ററും അതുപോലെ തന്നെ സിംഗാര റൂട്ട് ഏകദേശം 6 കിലോമീറ്ററും വരുന്ന ഒരു ഫോറസ്റ്റ് റൂട്ടാണ്. അപ്പം നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് സിംഗാര റൂട്ടിലേക്കാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ആനിമൽസിനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. ലെപ്പേർഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഏരിയ എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ആ റൂട്ടൊന്ന് പോയി നോക്കാം. അങ്ങനെ തന്നെ നമ്മൾ സിംഗാര റൂട്ടിലേക്ക് കയറി കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ തന്നെ നമുക്ക് ആദ്യത്തെ സൈറ്റിംഗ് കിട്ടിയിട്ടോ. ഒരു കൂട്ടം വൈൽഡ് ഡോഗ്സിൻ്റെ ആണേ. ഒരുപാട് നേരമൊന്നും നമുക്ക് വൈൽഡ് ഡോഗ്സിൻ്റെ സൈറ്റിംഗ് കിട്ടിയില്ല, എന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റിയിട്ടോ. ഇപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല രീതിയിൽ മഞ്ഞ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നല്ല കിടിലൻ ആംബിയൻസ് ആണ് കേട്ടോ. ശരിക്കും കാട്ടിൽ കൂടിയുള്ള ഈ ഒരു രാവിലത്തെ യാത്ര, അതായത് നല്ല രീതിയിൽ മഞ്ഞും പിന്നെ ചെറുതായിട്ട് സൺലൈറ്റൊക്കെ വന്നു തുടങ്ങുന്ന ആ ഒരു സമയമില്ലേ, ഈ സമയത്തുള്ള ഈ ഒരു മനോഹരമായ യാത്ര എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് കേട്ടോ നമുക്ക് തരിക. പിന്നെ ഈ റൂട്ടിൽ കൂടി പോകുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് കാണാൻ കിട്ടാറുള്ള ഒരാളാണ് നമ്മുടെ ഹനുമാൻ ലങ്കൂർ. ആൾ ഒറ്റയ്ക്കൊരു മരത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഇടയ്ക്കൊക്കെ മഴ കിട്ടിയത് കൊണ്ടാണെന്ന് തോന്നുന്നു, വേനലാണെങ്കിൽ പോലും ചെറിയ രീതിയിൽ പച്ചപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു റൂട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ശരിക്കും ഈ റൂട്ടിൽ കൂടി പോകുമ്പോൾ നമുക്ക് ആനിമൽ സൈറ്റിംഗ് ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം അത്രമാത്രം സമാധാനവും അങ്ങനെയുള്ളൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ആംബിയൻസ് ആണ് ഈ റൂട്ടിൽ കൂടെയുള്ളൊരു യാത്ര നമുക്ക് തരുന്നത്. അങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് കിട്ടിയ മനോഹരമായ മറ്റൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. ഒരു മാൻകുഞ്ഞ് പാൽ കുടിക്കുന്നൊരു കാഴ്ചയാണ്. നിങ്ങളും മസനഗുഡിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റൂട്ട്, നമ്മുടെ സിംഗാര റൂട്ട് മിസ് ചെയ്യാതിരിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഈ പോകുന്ന റൂട്ടൊക്കെ അത്യാവശ്യം ആനപ്പിണ്ടവും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആനകളൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഏരിയ എന്ന് തോന്നുന്നു, പക്ഷെ നമുക്ക് ആനയുടെ സൈറ്റിങ് കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ഇപ്പോൾ ഇതേ അടുത്തൊരു കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ കാട്ടുകോഴിയുടെ കുറച്ച് മനോഹരമായിട്ടുള്ളൊരു വിഷ്വൽസ് ആണ്. ആളെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സിംഗാര റൂട്ടിലെ കാട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ എത്തിച്ചേരുന്നത് ഒരു കോഫി ആൻഡ് ടീ പ്ലാന്റേഷൻ്റെ ഒരു ഭാഗത്തേക്കാണ്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ വേഴാമ്പലുകളൊക്കെ ഉണ്ടെന്നാണ് പറയുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ ലെപ്പേർഡ് സൈറ്റിങ്ങും കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമുക്ക് പക്ഷേ വലിയ കാര്യമായിട്ടുള്ള സൈറ്റിംഗ് ഒന്നും നമ്മുടെ സിംഗാര റൂട്ടിൽ കിട്ടിയില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ഈ ഒരു ടീ ആൻഡ് കോഫി പ്ലാന്റേഷൻ്റെ ഒക്കെ അവിടെ നിന്ന് നേരെ വണ്ടി തിരിക്കുകയാണ്. അപ്പം ഇനി തിരിച്ചു പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ കിട്ടുമോ എന്നറിയില്ല, നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആനിമൽസിനെ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നൊരു റൂട്ടാണിത് കേട്ടോ. ഈ ഒരു വിഷ്വലി കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ ഒരു റൂട്ടിൻ്റെ ഭംഗി എന്താണെന്നുള്ളത് അല്ലേ. അതിന് എക്സ്ട്രാ മധുരം എന്ന് പറഞ്ഞ പോലെ കിട്ടിയതാണ് ഈ ഒരു കാഴ്ച കേട്ടോ. ആ വലിയ മരത്തിൻ്റെ മേളിലിരുന്ന മയിലാണ്, അത് വന്ന് പറന്നിറങ്ങി നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക്. ആ ഒരു കാഴ്ച എന്ന് പറയുന്നതാണ് ഈ ഒരു റൂട്ടിൽ പോയപ്പോൾ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റ്. എന്തായാലും മയിൽ ആ മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് സമ്മാനിച്ചിട്ട് ആള് പതിയെ റോഡ് ക്രോസ് ചെയ്തങ്ങ് പോയിട്ടോ.
അങ്ങനെ നമ്മുടെ സിംഗാര റൂട്ടിൽ കൂടിയുള്ള യാത്ര വളരെ മനോഹരമായിരുന്നു. ഒരുപാട് ഹെവി സൈറ്റിംഗ് ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും കിട്ടിയ കാഴ്ചകളൊക്കെ തന്നെ വളരെ മനോഹരമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മസനഗുഡി ടൗണിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ മോയ റൂട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇത് പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന മസനഗുഡി മോയ റൂട്ട് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ആനിമൽസിനെ കാണാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്വന്തം വണ്ടി തന്നെ, അതായത് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൊരു വണ്ടി ആയിരിക്കണം. കാരണം ഈ റോഡ് വളരെ ചെറിയൊരു റോഡാണ്. അതുകൊണ്ട് തന്നെ ചില സമയത്ത് എതിരെ വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് താഴത്തേക്ക് ഇറക്കി കൊടുക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. മെയിനായിട്ട് ഈ റൂട്ടിൽ സഫാരി ജീപ്പുകളാണ് പോകുന്നത്. അല്ലാത്ത വണ്ടികൾ താരതമ്യേന കുറവാണ് കേട്ടോ. നമ്മൾ ഈ വഴി പോകുമ്പോൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഹോണൊന്നും അടിച്ച് വലിയ സ്പീഡിലൊന്നും പോകാതിരിക്കുക. വളരെ സാവധാനം സമാധാനത്തിൽ വേണം ഈ റൂട്ടിൽ പോകാനായിട്ട്. അങ്ങനെ ദേ ഒരു മൈൽ നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ആൾക്ക് പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. വളരെ കൂളായിട്ടാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഫുഡ് വല്ലതും കിട്ടുമോ എന്നറിയാൻ വന്നതാണോ എന്ന് അറിയില്ല കേട്ടോ. നമ്മൾ കാട്ടിലൊക്കെ കയറുമ്പോൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാക്സിമം മൃഗങ്ങൾക്കും പക്ഷികൾക്കൊന്നും നമ്മൾ ഫീഡ് ചെയ്യാതിരിക്കുക. അത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് കേട്ടോ. അങ്ങനെ മയിലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ് കേട്ടോ. ഇനിയാണ് കഥയിൽ ട്വിസ്റ്റ് കേട്ടോ. ഈ ഒരു സംഭവം ഞാൻ എൻ്റെ ലൈഫ് ലോങ് മറക്കത്തില്ല. അതുപോലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഈ റൂട്ടിൽ ആദ്യം വരുമ്പോൾ തന്നെ ഒരു സ്പോട്ടഡ് ഡിയർ പേടിച്ചോടി പോകുന്ന ഒരു സീനാണ് കാണുന്നത്. അതുപോലെ തന്നെ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല രീതിയിൽ അലാം കോളും കേൾക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി സംതിങ് ഈസ് ദെയർ. ഒരു കടുവ അല്ലെങ്കിൽ പുലി എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ അവിടെ വണ്ടി സ്ലോ ചെയ്തത് കേട്ടോ. ഒരു ക്രോസിങ് കിട്ടുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ. ഈ ഒരു ഭാഗം ഞാൻ റെക്കോർഡ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എങ്ങാനും കടുവയോ പുലിയോ വന്നാൽ, അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നാൽ റെക്കോർഡ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഗോപ്രോ ഓൺ ചെയ്ത് വെച്ചത് കേട്ടോ. മെയിൻ ക്യാമറ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. നമുക്ക് ഈ ഒരു വിഷ്വലി കണ്ടാൽ മനസ്സിലാവും. ഇവിടെ ഒരു സഫാരി ജീപ്പ് ഫ്രണ്ടിലായിട്ട് നിർത്തിയിട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ആ സഫാരി ജീപ്പിലെ ചേട്ടൻ നമ്മളെ കാണിക്കുന്നുണ്ട്. ഒരു ടൈഗർ എന്നുള്ള രീതിയിൽ സിഗ്നൽ കാണിക്കുന്നുണ്ടായിരുന്നു കൈകൊണ്ട്. പെട്ടെന്ന് തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങി. അപ്പോഴത്തേനും ആ വണ്ടി തിരിച്ച് വന്നിട്ട് നമ്മളോട് പറയാണ് അവിടെ ടൈഗർ കിടപ്പുണ്ടായിരുന്നു. ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ട് നോക്കൂ കേട്ടോ. അപ്പോൾ ദേ ഈ കാണുന്ന വിഷ്വലാണ് നമ്മുടെ തൊട്ട് മുന്നിലുണ്ടായിട്ട് നമുക്ക് കാണാൻ പറ്റാതെ പോയിട്ടുള്ള ആ ഒരു കാഴ്ച. ഇത് കണ്ടിട്ടാണ് ജീപ്പുകാരവിടെ വണ്ടി നിർത്തിയത്. അവരെടുത്തിട്ടുള്ള വീഡിയോയിലെ ഒരു സ്ക്രീൻഷോട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും അതിൻ്റെ വീഡിയോ അവരുടെ മസനഗുഡി വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കടുവ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ വിഷ്വൽ എടുക്കാൻ നമ്മളിവിടെ വെയിറ്റ് ചെയ്ത സമയത്ത് വേറെ കുറേ വണ്ടികളൊക്കെ കൂടെ വന്ന് ആകെ അവിടെ ഒരു ബഹളമായി. കടുവ പെട്ടെന്ന് തന്നെ ക്രോസ് ചെയ്ത് പോയി. കാര്യം നമുക്ക് ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് ഇത് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും കണ്ണുകൊണ്ട് നമ്മൾ നല്ല അസലായിട്ട് അത് കണ്ടു കേട്ടോ. ആ ഒരു കാഴ്ച നമുക്ക് ലൈഫിൽ മറക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ കടുവ കാടിനുള്ളിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ താഴ്വശത്തായിട്ട് വെള്ളത്തിൻ്റെയൊക്കെ പ്രസൻസ് ഉള്ള ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ വെള്ളം കുടിക്കാനായിട്ട് ഇവൻ സ്ഥിരമായിട്ട് ഇതിലേ പോകുന്നതാണെന്നാണ് നമ്മുടെ ജീപ്പുകാരൻ ചേട്ടൻ പറഞ്ഞത്. കടുവ ക്രോസ് ചെയ്യുന്നത് കാണാൻ വെയിറ്റ് ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് വന്ന വണ്ടികളുടെ ഒരു ബഹളം നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടോ ഈ വിഷ്വലിൽ. അങ്ങനെ കടുവയുടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോരുന്ന സമയത്താണ് നമ്മുടെ മുന്നിലേക്ക് അടുത്തൊരാളെത്തിയത്. ഒരു കരടിക്കുട്ടനാണ് കേട്ടോ.
കടുവേനെ അധിക നേരം കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം തീർക്കാൻ എന്ന പോലെ ആള് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സഹകരിച്ച് തന്നിട്ടുണ്ടായിരുന്നേ. ആളിവിടുത്തെ സ്ഥിരം കക്ഷിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. ആൾക്കങ്ങനെ വണ്ടിയോ ആളുകളെയോ ഒന്നും പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അതൊന്നും കൂസലാക്കാതെ ആൾ വളരെ കൂളായിട്ട് ഇങ്ങനെ നടന്നു പോവാണേ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും അടുത്ത് ഒരു കരടീനെ കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. തടിച്ച ശരീരവും ഇടതൂർന്ന രോമങ്ങളും ചെറിയ വാലും ശക്തമായിട്ടുള്ള നഖങ്ങളുമൊക്കെയാണ് ഇവരുടെ പ്രത്യേകതകളെന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇവരുടെ ഘ്രാണശക്തി, അതായത് മണത്തറിയാനുള്ള കഴിവ് ഇവയ്ക്ക് വളരെയധികം ഉണ്ട്, അതായത് സെൻസ് ഓഫ് സ്മെൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കരടികൾ പൊതുവെ മിശ്ര ബുക്കുകളാണ്. പഴങ്ങളും തേനുകളും പ്രാണികളും ചെറിയ ജീവികളൊക്കെയാണ് ഇവർ ആഹാരമാക്കുക. നമ്മുടെ കരടികളുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് ഇലന്തപ്പഴം. ഈ കായ്ച്ചു കിടക്കുന്നതാണ് ഇലന്തപ്പഴം എന്ന് പറയുന്നത്. ഈ റൂട്ടിൽ ഇലന്തപ്പഴം ഉണ്ട്, അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് കരടികൾ ധാരാളമായിട്ട് വരാറുണ്ട് കേട്ടോ. ഈ പഴം കഴിച്ചാൽ നമുക്കൊരുതരം ലഹരി അനുഭവപ്പെടും, അതായത് ഒരു മത്ത് പിടിപ്പിച്ച ഒരു ഫീലാണ് കിട്ടുക. കരടികൾ ധാരാളമായിട്ട് ഈ പഴം കഴിക്കാറുണ്ട് കേട്ടോ. ഇത്തരത്തിൽ ഈ പഴങ്ങൾ അമിതമായിട്ട് ഉള്ളിൽ ചെല്ലുമ്പോൾ കരടികൾക്ക് തലയ്ക്ക് ഒരുതരം മത്ത് അനുഭവപ്പെടും. മത്ത് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരടികൾ ശരിയായിട്ട് നടക്കാൻ കഴിയാതെ വരികയോ അല്ലെങ്കിൽ ഒരു മയക്കം തോന്നുകയോ അങ്ങനെ ഒരു അസാധാരണമായിട്ടുള്ളൊരു പ്രവണതയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ റൂട്ട് വരുമ്പം കരടിക്കുട്ടന്മാരെ ഇങ്ങനെ അസ്വാഭാവികമായിട്ട് ഇലന്തപ്പഴത്തിൻ്റെ താഴെ ഭാഗത്തു നിന്നൊക്കെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഓർത്തോളുക, ഈ ഒരു പഴത്തിൻ്റെ ലഹരി കൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് കേട്ടോ. അങ്ങനെ നമ്മുടെ കരടിക്കുട്ടൻ പതിനെ റോഡ് ക്രോസ് ചെയ്യാൻ പോവുകയാണേ. ശരിക്കും പറഞ്ഞാൽ ലോകത്ത് പ്രധാനമായിട്ടും 8 ഇനത്തിലുള്ള കരടികളാണുള്ളത് കേട്ടോ. ഓരോന്നിനും അതിൻ്റെ വാസസ്ഥലത്തിനനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. ഇപ്പം നമ്മൾ ഈ കാണുന്നത്, അതായത് നമ്മുടെ ഇന്ത്യയിലുള്ളത് സ്ലോത്ത് ബിയർ എന്ന് പറയുന്ന ടൈപ്പാണേ. ഇപ്പോഴേ നമ്മുടെ കരടിക്കുട്ടൻ റോഡ് ക്രോസ് ചെയ്ത് നമ്മുടെ വണ്ടിയുടെ നേരെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ആൾ നമ്മുടെ വണ്ടിയുടെ നേരെ നോക്കി ചെറുതായിട്ടൊന്ന് സൗണ്ടൊക്കെ ഇട്ടതിന് ശേഷം വീണ്ടും തിരിച്ച് നടക്കുകയാണ് കേട്ടോ. മെയിനായിട്ടും സ്ലോത്ത് ബിയേഴ്സിൻ്റെ ഫുഡെന്ന് പറയുന്നത് ചിതലുകൾ, ഉറുമ്പുകൾ ഒക്കെയാണല്ലേ. പിന്നെ തേന് കരടികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഫുഡാണ്. അതുപോലെ തന്നെ പഴങ്ങൾ, സീസൺ അനുസരിച്ചിട്ടുള്ള കാട്ടുപഴങ്ങളൊക്കെ ഇവർ ധാരാളമായിട്ട് കഴിക്കാറുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്ന സ്ലോത്ത് ബിയറിന് മറ്റ് കരടികളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ചില സവിശേഷതകളുണ്ട്. കാര്യം പേര് സ്ലോത്ത് എന്നൊക്കെ ഉണ്ടെങ്കിലും ഇവയ്ക്ക് സ്ലോത്തുമായിട്ട് ബന്ധമൊന്നുമില്ല കേട്ടോ. ഈ സ്ലോത്ത് ബിയേഴ്സിന് പ്രധാനമായിട്ടുള്ള കുറച്ച് പ്രത്യേകതകളുണ്ട്. വാക്വം ക്ലീനർ പോലെയുള്ള വായാണ് ഇവർക്കുള്ളത് കേട്ടോ. ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഉറുമ്പുകളെയും ചിതലുകളെയും തിന്നാനുള്ള സവിശേഷമായിട്ടുള്ള ഒരു ശരീരഘടന തന്നെയാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. മെയിനായിട്ട് മുൻപല്ലുകളുടെ ഒരു അഭാവം. ഇവയുടെ മുകളിലത്തെ നിരയിൽ ശരിക്കും പറഞ്ഞാൽ 2 മുൻപല്ലുകൾ ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു വിടവ് ഒരു സ്ട്രോ പോലെ ഉപയോഗിച്ച് ചിതലുകളെ ഉള്ളിലേക്ക് വലിച്ചെടുക്കാനായിട്ട് ഈ കരടിക്കുട്ടന്മാരെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചുണ്ടുകൾ, നീളമുള്ളതും ഇളക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ചുണ്ടുകളാണ് ഇവയ്ക്കുള്ളത് കേട്ടോ. ചിതൽപ്പുറ്റുകളിൽ നിന്നും ചിതലുകളെ വലിച്ചെടുക്കുമ്പോൾ മൂക്കിൽ പൊടി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് മൂക്ക് അടച്ചു പിടിക്കാനും ഇവയ്ക്ക് കഴിയുവേ. പിന്നെ ശബ്ദം, ആഹാരം വലിച്ചെടുക്കുമ്പോൾ കിലോമീറ്ററുകൾ അകലെ വരെ കേൾക്കാവുന്ന അത്ര വലിയ ശബ്ദം ഇവരുണ്ടാക്കാറുണ്ട് കേട്ടോ. കരടികൾക്ക് ഭക്ഷണം കണ്ടെത്താനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് അവയുടെ അതിശക്തമായിട്ടുള്ള ഘ്രാണശക്തി, അതായത് സെൻസ് ഓഫ് സ്മെല്ലാണ് കേട്ടോ. മൃഗങ്ങളിൽ വെച്ച് തന്നെ ഏറ്റവും മികച്ച മൂക്കുള്ളവരിൽ ഒന്നാണ് കരടികൾ. മനുഷ്യനേക്കാൾ ഏകദേശം 2100 മടങ്ങ് ശക്തമായിട്ടുള്ള ഘ്രാണശക്തി ഇവയ്ക്കുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കരടികളുടെ ഈ ഒരു സെൻസ് ഓഫ് സ്മെല്ല് വഴി ഇവർക്ക് ഭക്ഷണം കണ്ടെത്താനായിട്ട് പെട്ടെന്ന് സാധിക്കും. അതായത് മൈലുകൾ ദൂരെയുള്ള ഭക്ഷണത്തിൻ്റെ ഗന്ധം വരെ ഈ കരടികൾക്ക് തിരിച്ചറിയാൻ പറ്റും കേട്ടോ. ഉദാഹരണത്തിന് ധ്രുവക്കരടികൾക്ക് മഞ്ഞിനടിയിലുള്ള സീലുകളില്ലേ, അതായത് നീർനായ, അതിനെയൊക്കെ ഗന്ധം വഴി കണ്ടെത്താൻ വേണ്ടി സാധിക്കുമെന്നാണ് പറയുക. പിന്നെ നമ്മുടെ ഈ കരടികളുടെ മൂക്കിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരടികളുടെ മൂക്കിനുള്ളിലെ നേസൽ മ്യൂക്കോസ എന്ന ഭാഗം മനുഷ്യരുടേതിനെക്കാട്ടിലും, അതായത് നമ്മളെക്കാട്ടിലും 100 മടങ്ങ് വലുതാണെന്നാണ് പറയുക. ഇത് വായുവിലുള്ള ചെറിയ ഗന്ധങ്ങളെ പോലും തിരിച്ചറിയാനായിട്ട് നമ്മുടെ കരടിക്കുട്ടന്മാരെ സഹായിക്കുന്ന ഒന്നാണ്. ശരിക്കും ഈ കരടികൾ ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. കരടികൾ അവരുടെ മൂക്ക് ഉപയോഗിച്ച് ആദ്യം ഭക്ഷണം മണത്തു നോക്കി അത് കഴിക്കാൻ അനുയോജ്യമാണോ എന്ന് ആദ്യം ഉറപ്പുവരുത്തുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ലോത്ത് ബിയേഴ്സ് അവരുടെ നീളമുള്ള മൂക്കും ചുണ്ടും ഉപയോഗിച്ചിട്ട് ചിതലുകളെയും അതുപോലെ തന്നെ ഉറുമ്പുകളെയൊക്കെ വായുവിലൂടെ വലിച്ചെടുക്കുന്നു. അതായത് ഒരു വാക്വം ക്ലീനറൊക്കെ പോലെയില്ലേ, അങ്ങനെ വലിച്ചെടുത്തിട്ടാണ് ഇവർ ഭക്ഷണം കഴിക്കാറ്.
പിന്നെ നമ്മുടെ കരടിക്കുട്ടന്മാരുടെ ഓർമ്മശക്തിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരു സ്ഥലത്ത് മുന്നേ ഭക്ഷണം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്തെ ഗന്ധം, ആ ഒരു സ്മെല്ല് ഇവർ വർഷങ്ങളോളം ഓർത്തെടുത്ത് വയ്ക്കാനും അങ്ങനെയുള്ളൊരു കഴിവ് അവർക്കുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കരടിക്കുട്ടന്മാരുടെ ഏറ്റവും വലിയൊരു ആയുധം എന്ന് പറയുന്നത് അവരുടെ നഖങ്ങളാണ് കേട്ടോ. നല്ല ശക്തമായിട്ടുള്ള നഖങ്ങൾ. കരടികൾക്ക് നല്ല നീളമുള്ളതും അതുപോലെ തന്നെ വളഞ്ഞതുമായിട്ടുള്ള നല്ല കരുത്തുറ്റ നഖങ്ങളാണുള്ളത്. ചിതൽപുറ്റിൻ്റെയൊക്കെ കടുപ്പമേറിയ മണ്ണല്ലേ, അതൊക്കെ മാന്തി പൊളിക്കാനായിട്ട് ഈ നഖങ്ങൾ അവരെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. നമുക്ക് ഈ വിഷ്വലി കണ്ടറിയാൻ പറ്റും ആ കരടിക്കുട്ടൻ നഖങ്ങൾ ഉപയോഗിച്ച് ആ മണ്ണ് മാന്തുന്ന രീതി. പിന്നെ നമ്മുടെ കരടികളുടെ മൂക്കടയ്ക്കാനുള്ള ഒരു കഴിവ്, അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അതായത് ഈ ചിതലുകളെയൊക്കെ വലിച്ചെടുക്കുമ്പോൾ പൊടിയും പ്രാണിയൊക്കെ മൂക്കിനുള്ളിലേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ടല്ലോ, അത് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് മൂക്ക് പൂർണ്ണമായിട്ടും അടച്ചു പിടിക്കാനുള്ളൊരു കഴിവും ഇവയ്ക്കുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ നീളമുള്ള നാവ്, അത് അകലെയുള്ള സുഷിരങ്ങളിൽ നിന്നൊക്കെ ചിതലുകളെയൊക്കെ നക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഈ കരടിയുടെ വിഷ്വലിൽ കാണുമ്പോൾ അറിയാൻ പറ്റും ഇവരുടെ ഈ ഒരു നഖത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അല്ലേ. കരടികൾക്ക് 5 വിരലുകളിലും നീളമുള്ളതും വളഞ്ഞതുമായിട്ടുള്ള നഖങ്ങളാണുള്ളത് കേട്ടോ. ഇവ പൂച്ചകളെ പോലെ ഉള്ളിലേക്ക് വലിച്ചു വയ്ക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് നഖങ്ങളല്ല. എപ്പോഴും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലുള്ള നഖങ്ങളാണ് ഇവയ്ക്കുള്ളത് കേട്ടോ. അങ്ങനെ കരടിക്കുട്ടൻ നമുക്ക് നല്ല രീതിയിലുള്ള കാഴ്ചകളൊക്കെ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പുറകിൽ കൂടി 2 മ്ലാവുകൾ റോഡ് ക്രോസ് ചെയ്യുന്നൊരു സീൻ കാണുകയുണ്ടായിട്ടോ. അങ്ങനെ നമ്മുടെ കരടിക്കുട്ടൻ കുറേ നേരം അവിടെ പരതിയതിന് ശേഷം വീണ്ടും റോഡ് ക്രോസ് ചെയ്ത് ഇപ്രവശത്തേക്ക് പോവാണ് കേട്ടോ. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ ഇലന്തപ്പഴം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പഴം ഇപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ കരടികൾ ധാരാളമായിട്ട് ഇങ്ങടേക്ക് വരാറുണ്ടെന്നാണ് പറയുക. അപ്പോൾ ഇത് കഴിച്ചതുകൊണ്ടായിരിക്കാം ആശാൻ ഒരു മന്ദഗതിയിലാണ് അതിലേക്ക് നടക്കേണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിതൽപുറ്റുകൾ മാന്തി പൊളിക്കാനും അതുപോലെ തന്നെ വലിയ മരങ്ങളിൽ അനായാസം കയറാനുമൊക്കെ ഈ കരടികളുടെ നഖങ്ങൾ ഇവരെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആത്മരക്ഷയ്ക്കും ഈ നഖങ്ങൾ അവർ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അതായത് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും മറ്റ് കരടികളുമായിട്ടൊക്കെ ഏറ്റുമുട്ടുമ്പോഴും ഒക്കെ പ്രധാന ആയുധമായിട്ട് നഖങ്ങളാണ് ഇവരുപയോഗിക്കുക. ഒരൊറ്റ അടിയിൽ ഇരയുടെ തൊലി ആഴത്തിൽ മുറിക്കാൻ ഈ ഒരു നഖങ്ങൾക്ക് ശേഷിയുണ്ടെന്നാണ് പറയുക. പിന്നെ കുഴിയെടുക്കാൻ വേണ്ടിയിട്ടും ഇവർ ഈ നഖങ്ങളാണ് യൂസ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തണുപ്പുകാലൊക്കെ ആകുമ്പോഴത്തേനും ഉറങ്ങാൻ വേണ്ടിയിട്ട് ഗുഹകൾ നിർമ്മിക്കാനും അതുപോലെ തന്നെ മണ്ണിലെ വേരുകളൊക്കെ മാന്തി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ നഖങ്ങൾ നല്ല കരുത്തുറ്റ, ശരിക്കും പറഞ്ഞാൽ മണ്ണ് മാന്തി യന്ത്രമൊക്കെ ഇല്ലേ, അതുപോലെ പ്രവർത്തിക്കുന്ന ഒന്നാണ്. എന്തായാലും കരടിക്കുട്ടൻ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ കാഴ്ചകൾ സമ്മാനിച്ചിരിക്കുന്നു. എന്തായാലും അവൻ്റെ ജോലി തുടരട്ടെ, നമുക്ക് വീണ്ടും യാത്ര തുടരാം. അടുത്തൊരു കാഴ്ച എന്ന് പറയുന്നത് 2 മ്ലാവുകളുടെയാണ് കേട്ടോ. എന്തായാലും അവർ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അവിടെ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് ഓർത്ത് നമ്മളിവിടെ പതിയെ സ്ലോ ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് ബന്ദിപ്പൂരിനാണ്. അപ്പം നമ്മുടെ മസനഗുഡി മോയ റൂട്ടും മസനഗുഡി ശിങ്കാര റൂട്ടിലെയും കാഴ്ചകളൊക്കെ ഏറെക്കുറെ ഇവിടെ തീരുകയാണ്. ആ സമയത്താണ് നമ്മുടെ ഈ 2 മ്ലാവുകളുടെ കാഴ്ച കിട്ടിയത് കേട്ടോ. പക്ഷേ പെട്ടെന്നൊരു സഫാരി ജീപ്പ് വന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ ആ ഒരു സൗണ്ട് കേട്ടിട്ടാന്ന് തോന്നുന്നു പെട്ടെന്ന് ഇവർ കാട്ടിനുള്ളിലേക്ക് ഓടിപ്പോവുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അടുത്തൊരു സൈറ്റിംഗ് കിട്ടിയിരിക്കുന്നത് റെഡ് ഹെഡഡ് വൾച്ചറിനെയാണ് കേട്ടോ. അതായത് ചെമ്പൻ തലയൻ കഴുകനാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവയുടെ തലയും കഴുത്തും നല്ല ചുവപ്പ് നിറത്തിലായിരിക്കും. അതുപോലെ തന്നെ കറുത്ത നിറത്തിലുള്ള ശരീരവും അതുപോലെ ചിറകിൻ്റെ ഉൾഭാഗത്തുള്ള വെളുത്ത പാടുകളും ഒക്കെ ഇവയെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. തുറസായ കാടുകളിലും അതുപോലെ തന്നെ നദീതടങ്ങളിലും ഒക്കെയാണ് ഇവയെ സാധാരണ കാണാറുള്ളത്. മറ്റ് കഴുകന്മാരെ അപേക്ഷിച്ചിട്ട് ഇവ കൂട്ടമായിട്ടല്ല കാണുക, മറിച്ച് തനിച്ച് അല്ലെങ്കിൽ ജോഡികളായിട്ടാണ് ഈ കഴുകന്മാർ ജീവിക്കുന്നത്. ഇവർ ശരിക്കും വംശനാശ ഭീഷണി നേരിടുന്ന വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവരാണ് കേട്ടോ. അതായത് കന്നുകാലികൾക്ക് നൽകുന്ന ഡൈക്ലോഫെനാക് എന്ന മരുന്നിൻ്റെ പാർശ്വഫലങ്ങൾ കാരണം ഇവ അതിവേഗം വംശനാശത്തിന് വക്കിലെത്തിയിരിക്കുകയാണ് കേട്ടോ. നിലവിലിപ്പോൾ അതിവംശനാശ ഭീഷണി നേരിടുക എന്നുള്ളൊരു കാറ്റഗറിയിലാണ് ഇവർ ഉൾപ്പെടുന്നത്. ശരിക്കും എല്ലാ കാടുകളിലും ചെല്ലുമ്പോൾ നമുക്ക് എപ്പോഴും കാണാൻ കിട്ടുന്ന ഒരാളാണ് മയിലുകൾ. പക്ഷേ നമുക്ക് ആൺമയിൽ പീലി വിടർത്തി നിൽക്കുന്ന ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണല്ലേ. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പ്രധാനമായിട്ടും പെൺമയിലുകൾ, അതായത് പീഹൻസിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ആൺമയിലുകൾ പീലി വിടർത്തി നൃത്തം ചെയ്യുന്നത്. ഇതിനെ ശരിക്കും കോർട്ട്ഷിപ്പ് ഡിസ്പ്ലേ എന്നാണ് ഇംഗ്ലീഷിൽ പറയാട്ടോ. അങ്ങനെ നമ്മുടെ മസനഗുഡി മോയ റൂട്ടിലെ കാഴ്ചകളൊക്കെ ഇവിടെ തീരുകയാണ്. എന്തായാലും വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയായിരുന്നു നമുക്ക് മസനഗുഡി സമ്മാനിച്ചത് അല്ലേ. ഇനി മസനഗുഡിയിൽ നിന്ന് നമ്മൾ ബന്ദിപ്പൂരാണ് പോകുന്നത്. നമ്മളവിടെ JLR ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെക്ക് ഇൻ ചെയ്യേണ്ട സമയം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങ് പോകുന്ന റൂട്ടിലാണ് ഉച്ച സമയത്ത് ഇങ്ങനെ ഒരു കാഴ്ച നമുക്ക്
കിട്ടിയത് കേട്ടോ. റോഡ് ക്രോസ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഒരു പിടിയാനയും അതുപോലെ തന്നെ ഒരു കുഞ്ഞു കുട്ടിക്കൊമ്പനും. എന്തായാലും നമുക്ക് ആ ഒരു കാഴ്ചയും കൂടി കണ്ടിട്ട് വന്നാലോ. ശരിക്കും നമ്മൾ സ്വന്തം വാഹനത്തിൽ പോയിട്ട് വൈൽഡ് ലൈഫ് ഇത്ര അധികം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണല്ലേ. പിന്നെ വൈൽഡ് ലൈഫിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ആനിമൽസിനെ കാണാൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ലക്ക് പോലെ ഇരിക്കും കേട്ടോ. എന്തായാലും നിങ്ങൾക്കും ഈ ഒരു റൂട്ട് വരുമ്പോൾ ഇങ്ങനെയുള്ള മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കട്ടെ. അപ്പോൾ നമ്മളിനി നേരെ പോകുന്നത് ബന്ദിപ്പൂരാണ്. അപ്പോൾ അവിടെ നമ്മൾ JLR ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെക്ക് ഇൻ ചെയ്യേണ്ട സമയം ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് ഒരു ഈവനിങ് സഫാരിയും അതുപോലെ തന്നെ ഒരു മോർണിംഗ് സഫാരി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ വഴിയേ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസ് ആയിട്ടോടെ നമ്മളെന്ന് എഴുതി അറിയിക്കണേ. അപ്പോൾ പുതിയ വീഡിയോയിലൂടെ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.